അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസോനാനന്ദചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് 23ാമത് എപ്പിസോഡിലാണ്. തിരുനട തുറന്നിട്ട് 23ാമത് ദിവസം. ആ മഹത്തായ ദർശനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ എത്താൻ തുടങ്ങിയിട്ടും വ്രതം ആരംഭിച്ചിട്ടും 3 ആഴ്ച പൂർത്തിയായിരിക്കുന്നു. 10 ലക്ഷത്തിലേറെ ജനങ്ങൾ ദർശനം നേടിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും കേരളത്തിലെ മുഴുവൻ റോഡുകളും സ്വാമിമയമാണ്. മുഴുവൻ പേരും സ്വാമിമാരാണ്. മാത്രമല്ല, അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം, ശബരിമല എന്ന പ്രഖ്യാപിത ലക്ഷ്യം. നാം എത്തി നിൽക്കുന്നത് എവിടെയെന്ന് ഓർമ്മിക്കുന്നുണ്ടാവും. നമ്മൾ എത്തി നിൽക്കുന്നത് വലിയാനത്താവളത്തിൽ ആയിരുന്നു, ത്രിവേണി സംഗമത്തിൽ ആയിരുന്നു. പമ്പ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ സ്വാഭാവികമായും ബസ്സിറങ്ങി വരുന്ന ആ പാലങ്ങൾ കടന്നു വരുന്ന സ്ഥലമാണ് പമ്പ എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതല്ല യഥാർത്ഥത്തിലുള്ള പഴയ പമ്പ, യഥാർത്ഥത്തിലുള്ള പമ്പ എന്നേവരും അറിയുക. 3 നദികൾ കൂടിച്ചേരുന്ന ആ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് നമ്മൾ എത്തിച്ചേരുന്ന പമ്പയിൽ നിന്നും ഏകദേശം 500 മീറ്ററോളം താഴെ വശത്താണ്. അതാണ് ഞാൻ ത്രിവേണി സംഗമം എന്ന് പറയാൻ കാരണം. അവിടെ ആ വഴിക്കൂടിയാണ് തിരുവാഭരണം കാനനപ്പാതയിലൂടെ വന്നെത്തിച്ചേരുന്നത്. അങ്ങനെ വലിയാനത്താവളത്തിൽ എത്തിച്ചേരുന്ന തിരുവാഭരണത്തിന് അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടെയുള്ള ഏതാണ്ട് 80ഓളം പേർക്ക് എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം ഉൾപ്പെടെ വിശ്രമത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുമുണ്ട്. അവിടെ നിന്നും അവർ തിരുവാഭരണത്തെ നേരെ കൊണ്ടുപോകുന്നത് അപ്പാച്ചിമേടിൻ്റെ ടോപ്പിലേക്കാണ്. അവിടെ നിന്നും ഒരു സ്ട്രെച്ച് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ശബരിപീഠത്തിലെത്താം. ആ വഴി പിന്നീട് വിശദീകരിക്കുന്നത് കൊണ്ട് ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. നമ്മളിവിടെ ത്രിവേണി സംഗമത്തിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. നമ്മളിപ്പോൾ പറയുന്ന പമ്പയിലെത്തി. എന്തൊക്കെയാണ് പമ്പയിൽ ചെയ്യേണ്ടുന്നത്, എന്തെല്ലാം കർമ്മങ്ങളാണുള്ളത്? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്നുദ്ദേശിക്കുന്നത് പമ്പയിലെ തർപ്പണവും ബലിയുമാണ്. 7 തലമുറയ്ക്ക് മുമ്പ് മുതലുള്ള പിതൃക്കൾക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണാദികളാണ് പമ്പയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നതറിയുക. ആ ചടങ്ങ് നമ്മളാരും തുടങ്ങി വച്ചതല്ല. അത് യഥാർത്ഥത്തിൽ അയ്യപ്പസ്വാമി തുടങ്ങി വച്ചതാണ്. തൻ്റെയും തൻ്റെ പടയാളികളുടെയും കൈകൊണ്ട് കൊല്ലപ്പെട്ട, വധിക്കപ്പെട്ട മുഴുവൻ ആത്മാക്കൾക്കും
സുഹൃതം ലഭിക്കുന്നതിന് വേണ്ടി, മോക്ഷ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് അയ്യപ്പസ്വാമി തുടങ്ങി വച്ച ആ ബലിതർപ്പണാദികൾ ഇപ്പോഴും അഭംഗുരം തുടരുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് അതിന് ചെറിയ രീതിയിലുള്ള തടസ്സം നേരിട്ടത് ഏവർക്കും അറിയാം. ശബരിമല തീർത്ഥാടനം തന്നെ ഒരു വർഷം നിന്നുപോയി, എല്ലാ കർമ്മങ്ങളും നിന്നുപോയി. കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു അത്. അതേപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിൽ പമ്പ മുഴുവനും കീഴ്മേൽ മറിഞ്ഞതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശാന്തയായി ഒഴുകുന്ന പമ്പയിൽ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ക്രിയകൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നോക്കാം. അതനുസരിച്ചിട്ട് ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നതാണ് ഞാൻ മുൻ സൂചിപ്പിച്ച ബലിതർപ്പണാദികൾ. അതിന് 10-16 കൂടുതൽ ബലിത്തറകൾ അവിടെ ഉണ്ട്. മുഴുവൻ സ്വാമിമാർക്കും, താല്പര്യമുള്ള മുഴുവൻ സ്വാമിമാർക്കും ബലിതർപ്പണാദികൾ കഴിഞ്ഞാൽ പിന്നെ വേണ്ടുന്നത് പമ്പാ സദ്യയാണ്. പമ്പാ സദ്യയിൽ ഭാഗഭാക്കാകുന്നു അയ്യപ്പസ്വാമി എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഈ സദ്യ നടത്തുന്നത്. പണ്ടത്തെ കാലത്ത് സദ്യയുടെ അവസാനം വലിയ പപ്പടം കാച്ചി കെട്ടിത്തൂക്കിയതിന് ശേഷമാണ് ചോറ് വിളമ്പാറുള്ളൂ. അത്രയ്ക്ക് മാത്രം ചടങ്ങുകളോട് കൂടിയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ആദ്യത്തേത് ബലിതർപ്പണാദികൾ കഴിഞ്ഞു. രണ്ടാമത് നാം അവിടെ പമ്പാ സദ്യയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സകലവിധ വിഭവങ്ങളോടും കൂടി വളരെ ഗംഭീരമായിട്ടുള്ള പമ്പാ സദ്യ. ആ പമ്പാ സദ്യയ്ക്ക് ശേഷം ആ രാത്രി മുഴുവൻ കാത്തിരിക്കുന്നത് അതിമനോഹരവും നയനമോഹനവുമായ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ്. ആ കാഴ്ചയുടെ പേരാണ് പമ്പ വിളക്ക്. ഈറ്റ എന്നുദ്ദേശിക്കുന്ന ആ ഈറ അഥവാ മുളങ്കമ്പുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പ്രത്യേക രൂപത്തിലുള്ള വിഭിന്നങ്ങളായ രൂപങ്ങളുള്ള കൂടുകളിൽ ദീപങ്ങൾ തെളിയിച്ച് 10,000 ദീപങ്ങൾ പമ്പയിലൂടെ ഒഴുക്കി വിടുമ്പോൾ അത് നയനാഭിരാമമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ പമ്പയിലെ ബലിതർപ്പണാദികൾ പൂർത്തിയാക്കി, പമ്പ സദ്യ പൂർത്തിയാക്കി, അതിനുശേഷമുള്ള പമ്പ വിളക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സന്നിധാനത്തേക്ക് യാത്ര ആരംഭിക്കാം. സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടുന്നത് എന്നാർക്കും സംശയം വേണ്ട. ഇവിടെ നിന്നും ഇരുമുടിയും എടുത്ത് യാത്ര പുറപ്പെട്ടാൽ ആദ്യം ചെന്നെത്തേണ്ടുന്നത് ഗണപതി കോവിലിലാണ്. സകല വിഘ്നങ്ങളെയും തട്ടി നീക്കാൻ കെൽപ്പിയെന്നവനായ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ മുമ്പിൽ നാളികേരമുടച്ച് കാണിക്ക അർപ്പിച്ച് അനുവാദം വാങ്ങിയിട്ട് വേണം മുന്നോട്ടേക്ക് യാത്രയാവാൻ. പമ്പയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്ഥാനങ്ങൾ മാത്രമാണ് നമുക്ക് നോക്കേണ്ടുന്നത്. ദേവസ്വം ബോർഡ് ഒരു ശിലാകഷ്ണം കിട്ടിയാൽ അതുപോലും എന്തെങ്കിലും ഒരു ദേവസങ്കല്പത്തിൽ അവിടെ വയ്ക്കുകയും അതിനു മുമ്പിൽ കാണിക്കവഞ്ചി സമർപ്പിക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണുള്ളത്. ഏതോ ഒരു ശില കിട്ടിയത് അവിടെ നിന്നും സമാഹരിച്ചെടുത്ത് പമ്പ പ്രധാന ഗണപതി ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് ഒരു ക്ഷേത്രം കൂടി ഈ അടുത്ത കാലത്ത് പണിതിരിക്കുന്നു. പണത്തിനു വേണ്ടി എന്ത് കുൽസിതമായ മാർഗം സ്വീകരിക്കുന്നതിനും യാതൊരു മടിയുമില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് കണ്ടെത്താനായി സാധിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായാൽ പിന്നീട് ദേവിയുടെ സമീപത്താണ് എത്തിച്ചേരുന്നത്. ദേവീക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് കാണിക്ക അർപ്പിച്ച് അമ്മയുടെ അനുവാദത്തോടുകൂടി നമുക്ക് മുമ്പോട്ടേക്ക് യാത്ര ആരംഭിക്കാം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ കാണുന്നത് ശ്രീരാമചന്ദ്ര സ്വാമിയെയാണ്. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ മുമ്പിൽ തൊഴുത് കാണിക്ക അർപ്പിച്ച് അവിടെ നിന്നും നമ്മൾ യാത്ര പുറപ്പെടാൻ തയ്യാറായാൽ നമുക്കെത്താൻ സാധിക്കുന്നത്
വീര ഹനുമൽ സ്വാമിയുടെ സവിധത്തിലേക്കാണ്. വീര ഹനുമൽ സ്വാമി പമ്പയിലെ അവിഭാജ്യ ഘടകമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നാലോചിച്ചാൽ, ഋഷ്യമൂകാചലം എന്ന് പറയുന്ന ആ പർവ്വതം ഈ പമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വിശ്വാസം. ഋഷ്യമൂകാചലത്തിൻ്റെ പ്രത്യേകത രാമായണത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള യുദ്ധത്തിൽ പരാജിതനായ സുഗ്രീവൻ, രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട സുഗ്രീവൻ തൻ്റെ 4 മന്ത്രിമാരോടൊപ്പം അഭയം തേടിയത് ഈ ഋഷ്യമൂകാചലത്തിലാണ്. എവിടെ പോയി ഒളിച്ചാലും അവിടെ എത്തിച്ചേർന്ന് തന്നെ വധിക്കും ബാലി എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് കിഷ്കിന്ധ്യയിൽ നിന്ന് രക്ഷപ്പെട്ട സുഗ്രീവൻ തൻ്റെ 4 മന്ത്രിമാരോടൊപ്പം 5 വാനരന്മാർ, പഞ്ചവാനരന്മാർ എന്ന് രാമായണത്തിൽ വരെ അറിയപ്പെടുന്നു, എത്തിച്ചേർന്നത് കിഷ്കിന്ധ്യയിലാണ്. സീതാന്വേഷണത്തിന് തയ്യാറായി എത്തിയ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ശബരിയുടെ ഉപദേശപ്രകാരം സുഗ്രീവനെ കാണാൻ തയ്യാറായിക്കൊണ്ട് ഋഷ്യമൂകാചലത്തിൽ എത്തുമ്പോൾ, ഋഷ്യമൂകാചലത്തിൻ്റെ പാർശ്വത്തിലെത്തിക്കഴിയുമ്പോൾ ഇവരാരെന്നറിയാനായി തയ്യാറെടുക്കുന്ന സുഗ്രീവൻ അയച്ച ഹനുമൽ സ്വാമി ശ്രീരാമലക്ഷ്മണന്മാരെ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ ഇരുതോളത്തും എടുത്തുകൊണ്ട് സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചു. അങ്ങനെ എത്തിച്ച ശ്രീരാമചന്ദ്രൻ്റെ ശരിക്കും കളിത്തൊട്ടിലാണ് പമ്പാസരസ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ അവിഭാജ്യ ഘടകമാണ് ഹനുമൽ സ്വാമി എന്ന് പറയാനായിട്ടുള്ള കാരണം. എന്തായാലും അവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പോകണമെങ്കിൽ തടസ്സം വീണ്ടുമുണ്ട്. ഈ ക്ഷേത്ര ദർശനങ്ങൾ കഴിഞ്ഞ് അവിടെയുള്ള ഹനുമൽ സ്വാമിയുടെ പേരിലുള്ള പമ്പയിലെ സ്വാമിമാർക്ക് ഇരിവയ്ക്കാനുള്ള ഇടം ഇന്ന് പോലീസുകാർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. വന്നിരിക്കുന്ന ദൂഷ്യം അവിടെ എത്തിച്ചേരുന്ന സ്വാമിമാർക്ക് വിരിവയ്ക്കാനോ അല്പസമയം വിശ്രമിക്കാനോ ഉള്ള സൗകര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. പോലീസുകാർ എന്തിനു വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, വെർച്വൽ ക്യൂ, അതിൻ്റെ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം ഇതാണ് എന്നറിയുക. അപ്പം അതുകൊണ്ട് ആ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള വിവിധ സംഘടനകളുടെ ആവശ്യം കേവലം വനരോധനമായി മാത്രം ശേഷിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് ക്യൂ സിസ്റ്റത്തിന് അനുസൃതമായിട്ടുള്ള നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ടേക്ക് ഗമിക്കുകയാണ്. അങ്ങനെ പോയാൽ നമ്മൾ എത്തുന്നത് ആദ്യത്തെ ചെക്ക് പോസ്റ്റിൻ്റെ സമീപത്താണ്. ആ ചെക്ക് പോസ്റ്റിൻ്റെ സമീപത്ത് എത്തുമ്പോൾ ഇടതുവശത്ത് ഒരു ചെറിയ കെട്ടിടം നമുക്ക് കാണാനായി സാധിക്കും. അവിടെ ഒരു ചെറിയ ബോർഡുമുണ്ട്. ആ ബോർഡിൽ കാണാൻ കഴിയുന്നത് പന്തള രാജാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അയ്യപ്പൻ്റെ വളർത്തച്ഛനായ പന്തള രാജാവിൻ്റെ അഥവാ പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തെ വന്നിച്ച് അദ്ദേഹത്തിന് ദക്ഷിണ നൽകി പന്തള രാജാവ് നൽകുന്നതായ ഭസ്മം ധരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്കുള്ള യാത്ര നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിലാണ്. പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ബോംബോ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയാനുള്ള പരീക്ഷിക്കുന്ന ആ യന്ത്രത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മളെ കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് കടത്തിവിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് സുരക്ഷിതരായി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും യാത്ര തുടരുമ്പോൾ നമുക്ക് ചെന്നെത്താൻ സാധിക്കുന്നത് നീലിമലയുടെ ചുവട്ടിലാണ്. നീലിമല എന്നുദ്ദേശിക്കുന്നത് ഏകദേശം 3000 അടിക്ക് മുകളിൽ ഉയരമുള്ള ഗിരിശൃംഗമാണ്. ആ മല കയറി മുകളിലെത്തി വേണം നമുക്ക് സന്നിധാനത്തെത്താൻ.
സാധാരണ നിലയിൽ ആ മലയുടെ ചുവട്ടിൽ കർപ്പൂര ആരതി നടത്തി കർപ്പൂരം കത്തിച്ച് കർപ്പൂരം തൊഴുതാണ് മുന്നോട്ടേക്ക് യാത്ര പുറപ്പെടുന്നത്. ഇവിടെ നിന്നും ഈ നിൽക്കുന്ന നീലിമലയുടെ ചുവട്ടിൽ നിന്നും യഥാർത്ഥ പരമ്പരാഗത പാതയാണ് ഞാൻ സൂചിപ്പിച്ചത്. വലതുവശത്തേക്ക് മറ്റൊരു വഴി കൂടി പോകുന്നുണ്ട്. ആ പോകുന്ന വഴിയുടെ പേര് സ്വാമി അയ്യപ്പൻ റോഡ് എന്നാണ്. ആ സ്വാമി അയ്യപ്പൻ റോഡിന് ഒരു കഥയുണ്ട്. ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന സിനിമ നിർമ്മാതാവ്, ആ സിനിമാ നിർമ്മാതാവിൻ്റെ പേര് പി സുബ്രഹ്മണ്യം, മെറിലാൻഡ് സ്റ്റുഡിയോ, നീല പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഈ മുതലാളി പി സുബ്രഹ്മണ്യം സ്വാമി അയ്യപ്പൻ സിനിമ എടുക്കാൻ തയ്യാറായി. അങ്ങനെ ആദ്യമായി ആ സിനിമ പൂർത്തിയായി അതിൽ നിന്ന് കിട്ടിയ ലാഭം പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് നീലിമലയുടെ ചുവട്ടിൽ നിന്നും വലതുവശത്തേക്ക് ആരംഭിക്കുന്ന ആ റോഡ് ചെന്നെത്തി നിൽക്കുന്നത് വൈതരണി പിടിച്ച വഴിയാണെങ്കിലും മരക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അത് അവസാനിക്കുന്നത്. മരക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിക്കുന്ന ഈ റോഡിന് അഡ്ജൻ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു റോഡ് കൂടി അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുന്നു സന്നിധാനത്തേക്ക്. അങ്ങനെ ആരംഭിക്കുന്ന ആ റോഡിൻ്റെ പേര് ചന്ദ്രാനന്ദൻ റോഡ് എന്നാണ്. ഏതായാലും നമുക്ക് പോകേണ്ടുന്നത് പരമ്പരാഗത പാതയിലൂടെ ആയതുകൊണ്ട് നീലിമലയിലൂടെ വേണം നമുക്ക് യാത്ര തുടരാൻ. ആദ്യത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് ഏകദേശം 2000 താഴെ അടി ഉയരമുള്ളതാണ് നീലിമല. അങ്ങനെ നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ എത്തി നിൽക്കുന്നത് അപ്പാച്ചിമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ അപ്പാച്ചിമേടിന് ഒരു പ്രത്യേകത, മലയുടെ കൃത്യമായ നെറുകയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പുറവും ഇപ്പുറവും അഗാധമായ കൊക്കയാണ്. രണ്ടു വശത്തും കൊക്കയായിട്ടുള്ള, രണ്ടു വശത്തും അഗാധ ഗർത്തങ്ങളായിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ പേര് അപ്പാച്ചിമേട്. അതിനിരുവശത്തുമുള്ള ആ വാലികളുടെ അഥവാ ആ താഴ്ന്ന സ്ഥലങ്ങളുടെ പേര്, ഒരെണ്ണം അപ്പാച്ചിക്കുഴിയാണ്, ഇപ്പുറത്തേത് ഇപ്പാച്ചിക്കുഴിയാണ്. ഈ സ്ഥലത്താണ് ശബരിമല യാത്രയിലെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാട് നടക്കുന്നത്. ആ വഴിപാടിൻ്റെ പേരാണ് ഉണ്ടയേറ്. അവിടെ നമ്മളോട് സാധാരണ നിലയിൽ വീടുകളിൽ നിന്ന് കെട്ടുനിറയ്ക്കാൻ തയ്യാറാകുന്നവർ തയ്യാറാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് സാധനമാണ് അരിയുണ്ട എന്ന് പറയുന്നത്. അരി വറുത്തുപൊടിച്ച് ശർക്കരയും കൂടി ചേർത്ത് 2 ഉണ്ടകളാക്കി, വലിയ ഇതൊന്നുമല്ല, ചെറിയ 2 ഉണ്ടകളാക്കി കൊണ്ടുവരണമെന്നും അതിലൊരുണ്ട വലതുവശത്തും ഒരുണ്ട ഇടതുവശത്തുമുള്ള കുഴികളിലേക്ക് എറിയണം എന്നുമാണ് ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത്. ആ തരത്തിൽ ഒരു വഴിപാടിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചാൽ, നിരവധി ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ് ആ പ്രവൃത്തി. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശ്രീഭൂതബലി എന്നുദ്ദേശിക്കുന്ന ആ മഹത്തായ കർമ്മത്തിൻ്റെ പുനരാവിഷ്കാരമാണ് സാധാരണ ഭക്തരായിട്ടുള്ള ഓരോ മനുഷ്യരും ഈ സ്ഥലത്ത് അനുവർത്തിക്കുന്നത്. ഈ എല്ലാ തരത്തിലുമുള്ള വിഷജീവികൾ ഉൾപ്പെടെയുള്ള ഷഡ്പദങ്ങൾ ഈ കുഴികളിലുണ്ട്. അവയൊന്നും കരയ്ക്ക് കയറി വന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ വരുന്ന ലക്ഷക്കണക്കിനായ അയ്യപ്പന്മാരെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എന്ന നിലയിൽ കൂടിയാണ് ഈ ഉണ്ട വഴിപാട് അവിടെ നടത്തുന്നത്. ആ ഉണ്ട വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും മുന്നോട്ടേക്ക് നമുക്ക് യാത്രയാകാം. അങ്ങനെ യാത്രയായാൽ നമുക്ക് ചെന്നെത്താൻ സാധിക്കുന്നത് ശബരിപീഠം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനു മുൻപ് ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് നമ്മൾ അറിയണം. ഈ പറഞ്ഞ അപ്പാച്ചിമേടിൻ്റെ തൊട്ടു മുകൾ ഭാഗത്താണ് വലിയാനത്താവളത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം മകരവിളക്കിൻ്റെ അന്ന് ഏകദേശം ഒരു 3:30 മണിയോടുകൂടി എത്തിച്ചേരുന്നത്. അങ്ങനെ 4 മണിയോടുകൂടി എത്തിച്ചേരുന്ന തിരുവാഭരണം അവിടെ സൂക്ഷിക്കപ്പെട്ട് അരമണിക്കൂർ വിശ്രമം കഴിഞ്ഞതിന് ശേഷം
അവിടെ നിന്നും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ശബരിമലയിൽ എത്തിയാണ് വിശ്രമിക്കുന്നത്. അതിനു മുൻപ് അവർക്ക് ഈ തിരുവാഭരണം വീണ്ടും ഇറക്കാൻ കഴിയുന്നത് ശരംകുത്തിയിൽ മാത്രമാണ്. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡിൻ്റെ ആളുകളും സംഘടനകളുടെ ആളുകളും എല്ലാവരും കൂടി വന്ന് ചേർന്ന് സ്വീകരിച്ച് അവിടെ നിന്നും തിരുവാഭരണം കൊണ്ടുപോകുന്നു. ഇത് സൂചിപ്പിച്ചത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, വലിയാനത്താവളത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം അവിടെ നിന്നും വരുന്ന വഴി ഈ പറഞ്ഞ നമ്മൾ വന്ന പമ്പയിലൂടെ വരുന്നില്ല എന്ന് വ്യക്തമാക്കാനും, കാനനപ്പാതയിലൂടെ തന്നെയാണ് അപ്പാച്ചിമേട്ടിൽ അഥവാ നീലിമലയുടെ മുകൾ ഭാഗത്ത് എത്തിച്ചേരുന്നത് എന്നും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും കൃത്യമായി ആ വഴിയെക്കുറിച്ച് സൂചിപ്പിച്ചത്. എന്തായാലും ശബരിമലയിലെ ഈ യാത്രയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താവളമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വഴിപാട് നടക്കുന്ന സ്ഥലമായിട്ട് അപ്പാച്ചിമേട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ എത്തുന്നത് ശബരിപീഠത്തിലേക്കാണ്. ശബരിപീഠത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം അറിയാം. പക്ഷെ അവിടെ വച്ചിരിക്കുന്ന ചില ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എതിരഭിപ്രായം പറയുന്നു. ശബരിപീഠത്തിൽ നിങ്ങൾക്ക് കച്ച വാങ്ങിക്കാൻ കിട്ടും. ശബരിപീഠത്തിൽ നിങ്ങൾക്ക് ശരക്കോൽ വാങ്ങിക്കാൻ കിട്ടും. ശരക്കോൽ എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടുന്നത്? എരുമേലിൽ നിന്നാണ് കൊണ്ടുവരേണ്ടുന്നത്. കച്ച എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടുന്നത്? അത് ശരിയായ നിലയിലാണെങ്കിൽ അവരവരുടെ വീടുകളിൽ കെട്ടുനിറച്ച് കഴിയുമ്പോൾ ഗുരുസ്വാമി തങ്ങളുടെ അരയിൽ ബന്ധിച്ചു തരുന്നതാണ് കറുത്ത കച്ച എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവരാണ്ട് ആചാര നിബദ്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ആചാര വിരുദ്ധമായി ചെയ്യരുതേ എന്ന് മാത്രമേ വ്യക്തമാക്കാനുള്ളൂ. ശബരിപീഠത്തിൽ ശബരി മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് നാളികേര ബലി നൽകി വെടിവഴിപാട് അവിടെയുണ്ട്. നടത്തുകയോ നടത്താതിരിക്കുകയോ ആവാം. അവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മരക്കൂട്ടത്തിലേക്കാണ്. എന്താ മരക്കൂട്ടത്തിൻ്റെ പ്രത്യേകത? അവിടെ 2 റോഡുകൾ, ഒരു റോഡിൻ്റെ അവസാനവും ഒരു റോഡിൻ്റെ തുടക്കവുമാണ്. താഴെ നിന്ന് പമ്പയിൽ നിന്ന് കയറി വരുന്ന സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ അവസാനമാണ്. അതേസമയം പോലെ തന്നെ ഇവിടെ നിന്നും ചന്ദ്രാനന്ദൻ റോഡ് എന്ന് പറയുന്ന റോഡിൻ്റെ തുടക്കവും മരക്കൂട്ടത്ത് നിന്നാണ്. അപ്പോൾ സ്വാമിമാര് അവിടെ കുറച്ച് സമയം വിശ്രമിക്കാനായിട്ട് ഉപയോഗിക്കും. തൊഴാൻ വരുന്നവരെ മുകളിൽ കൂടി, അതായത് ശരംകുത്തിയിൽ കൂടി പോകണമെന്ന് നിർബന്ധിക്കാതെ ചിലപ്പോൾ പോലീസ് സ്വാമിമാർ ചന്ദ്രാനന്ദൻ റോഡിലൂടെ കടത്തിവിടാറുണ്ട്. അതാണ് വേണ്ടുന്നതും. കാരണം ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്നവരുടെ ഇടയ്ക്ക് തൊഴാൻ വരുന്നവരെ കയറ്റി നിർത്തി അതിൻ്റെ തിക്കും തിരക്കും കൂടി ആ സ്വാമിമാരെ അനുഭവിപ്പിക്കുന്നത് അങ്ങേയറ്റം മോശകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്തിച്ചേരുന്നത് മരക്കൂട്ടത്ത് നിന്നും ശരംകുത്തിയിലേക്കാണ്. എന്താ ശരംകുത്തിയുടെ പ്രത്യേകത? 2-3 പ്രത്യേകതകൾ അതിനുണ്ട്. തങ്ങൾ എരുമേലിലെ പേട്ട കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും കൊണ്ടുവരുന്ന ശരക്കോൽ സമർപ്പിക്കുന്നത് ശരംകുത്തിയിലാണ്. അവിടെ വരെയാണ് ഈ ആയുധം കൊണ്ടുവരേണ്ടതുള്ളൂ. ആ ആയുധം അവിടെ സൂക്ഷിക്കുകയാണ്. ഈ ശരംകുത്തിയിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ലക്ഷക്കണക്കിന് ശരങ്ങൾ കൊണ്ടുവന്ന് കുമിഞ്ഞു കൂട്ടിയിട്ടുണ്ടാവും. ആ ശരംകുത്തിയിലെ മറ്റൊരു പ്രത്യേകതയുള്ളത്, മകരവിളക്കിൻ്റെ 5-ാമത്തെ ദിവസം അയ്യപ്പസ്വാമി സർവാഭരണ വിഭൂഷിതനായി എല്ലാവിധത്തിലുള്ള ആഡംബരങ്ങളോടും കൂടി ആനപ്പുറത്ത് എഴുന്നള്ളി എത്തുന്നതും ഇതേ ശരംകുത്തിയിൽ തന്നെയാണ്. എന്താണ് അതിനുള്ള പ്രത്യേകത എന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൃശ്ചിക മാസം 1-ാം തീയതി തൻ്റെ തിരുനട തുറക്കുന്ന ദിവസം, അവിടെ പൂജകൾ ആരംഭിക്കുന്ന ദിവസം, അഥവാ വ്രതാരംഭം കുറിക്കുന്ന ദിവസം, അതിന് തലേ ദിവസം കൊണ്ടുവന്ന് ഈ ശരംകുത്തിയുടെ പുറകുവശത്തേക്ക് നിർബന്ധപൂർവം പറഞ്ഞയച്ച ഭൂതഗണങ്ങളെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അയ്യപ്പസ്വാമി എഴുന്നള്ളുന്ന ദിവസവും അന്നാണ്. അവിടെ വന്ന് അതിൻ്റെ ചട്ടവട്ടങ്ങളെല്ലാം പൂർത്തിയാക്കി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആഡംബരങ്ങളെല്ലാം ഒഴിവാക്കി
കേവലം ഒരു പന്തത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ സേവകരായിട്ടുള്ള ഭൂതഗണങ്ങളെ മുഴുവനും ഭഗവാൻ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നതും അന്നത്തെ ദിവസമാണ്. അപ്പം ശരംകുത്തിയിൽ ശരം സമർപ്പിച്ചതിന് ശേഷം നാം മുമ്പോട്ടേക്ക് വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നീട് എത്തിച്ചേരുന്നത് വലിയ നടപ്പന്തലിലാണ്. വലിയ നടപ്പന്തലിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പടികൾ കയറി മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാളികേരം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ അഗ്നികുണ്ഡമാണ്. ആ അഗ്നികുണ്ഡത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കൊണ്ടുപോകുന്ന മുദ്രനാളികേരം, ആ മുദ്രനാളികേരത്തിന് തത്തുല്യമായിട്ടുള്ള നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജീവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവാത്മാവ് എന്ന് പറയുന്ന വസ്തുവാണ് ഈ മുദ്രനാളികേരത്തിൻ്റെ ഉള്ളിലുള്ള നെയ്യ് എന്ന് ബോധ്യപ്പെടുക. ആ നെയ്യ് ഭഗവാനിൽ അഭിഷേകം ചെയ്യുന്ന മഹത്തരമായ കർമ്മം പൂർത്തിയാക്കാനാണ് ശബരിമല യാത്ര തുടരുന്നത് തന്നെ. അങ്ങനെ ആ നെയ്യഭിഷേകം പൂർത്തിയാക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ജീവാത്മാ പരമാത്മാ പൂർണ്ണമായിട്ടുള്ള ലയനം. ആ ലയനത്തിൽ നമുക്ക് മിച്ചം വരുന്നതാണ് നമ്മുടെ ശരീരം. ആ ശരീരമാണ് ആ നാളികേരം. ആ നാളികേരം ദഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ 18-ാം പടിയുടെ സമീപത്ത് ജ്വലിച്ചു നിൽക്കുന്ന ആഴിയിൽ സമർപ്പിക്കുന്നത് ആ നാളികേരത്തിൻ്റെ സമാപ്തിയാണ്. അതിനെ പൂർണ്ണമായിട്ടും അഗ്നിയിൽ കത്തിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് 18-ാം പടിയിലേക്ക് പിന്നെ ഏതാനും മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 18-ാം പടിയുടെ സമീപത്ത് നമ്മൾ എത്തുന്നു. 18-ാം പടിയുടെ സമീപത്ത് എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്നത് വിശദീകരണം ഇപ്പം ഇതിൽ തരുന്നില്ല. 18-ാം പടിയുടെ സമീപത്ത് നാളികേരമടിക്കാൻ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് തൻ്റെ അഹങ്കാരം പൂർണ്ണമായിട്ടും ത്യജിച്ച് നാളികേരമടിച്ച് 18 പടികൾ ഏറി മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്നിധാനമാണ്. കൊടിമരച്ചുവട്ടിലൂടെ നേരെ പ്രവേശിക്കാം സന്നിധാനത്തേക്ക് എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഈ വർഷത്തിൽ അതിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ചുറ്റുമുള്ള മുകൾ ഭാഗത്തുകൂടിയുള്ള പ്രത്യേക വഴിയിലൂടെയാണ് നമ്മൾ യാത്ര തുടരുന്നത്. സന്നിധാനത്തിൻ്റെ പ്രത്യേകത നോക്കാം. സന്നിധാനത്തിൻ്റെ കന്നിമൂല, അവിടെ ഗണപതി ഭഗവാനുണ്ട്. ആ ഗണപതി ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാഗരാജാവും നാഗയക്ഷിയും രണ്ടുപേരുമാണ്. ഈ 2 പ്രതിഷ്ഠകൾ മാത്രമേ സന്നിധാനത്ത് നമുക്ക് കാണാനായുള്ളൂ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇവിടുത്തെ 18-ാം പടിയുടെ കീഴ്ഭാഗത്ത് ഇടതും വലതും ഭാഗങ്ങളിലായിട്ട് 2 കാവൽക്കാരുണ്ട്. കടുത്തയും കൊച്ചുകടുത്തയും എന്നാണ് സങ്കല്പം. അയ്യപ്പൻ്റെ അംഗരക്ഷകരായിരുന്ന വനവാസികളായ 2 യോദ്ധാക്കളാണ് കടുത്തയും കൊച്ചുകടുത്തയും. അവരെ വണങ്ങിയാണ് നമ്മൾ സന്നിധാനത്തേക്ക് എത്തിയത്. സന്നിധാനത്ത് നമുക്ക് കന്നിമൂല ഗണപതി ഭഗവാനെയും നാഗരാജാക്കന്മാരുടെയും നാഗപ്രതിഷ്ഠകളുടെയും അനുഗ്രഹം തേടി അവിടെ നിന്ന് നമുക്ക് പോകാൻ സാധിക്കുന്നത് എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ നേരെ പിറകുവശത്തോടുകൂടി, അതായത് ശ്രീകോവിലിൻ്റെ പിറകുവശത്തോടുകൂടിയുള്ള ഫ്ലൈ ഓവറിലൂടെ നമുക്ക് ചെന്നെത്താൻ സാധിക്കുന്നത് ദേവീ സങ്കേതത്തിലാണ്. മഞ്ചമാതാ സങ്കേതം അഥവാ മാളികപ്പുറത്തമ്മയുടെ സവിധത്തിലാണ്. ആ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് പന്തളത്ത് രാജാക്കന്മാരുടെ കുലദേവതയായിട്ടുള്ള മധുര മീനാക്ഷി സങ്കല്പത്തിലാണ് എന്ന് വിചാരിക്കുന്നു. ഗുരുസ്വാമിമാരാവട്ടെ അല്ലാത്തവരാവട്ടെ ഓരോ തരത്തിലുള്ള സങ്കല്പങ്ങൾ അതിന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ കിട്ടിയിട്ടുള്ള രേഖകൾ വെച്ച് കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മധുര മീനാക്ഷി തന്നെയാണ്. അമ്മ എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് മധുര മീനാക്ഷി അവിടെ കുടികൊള്ളുന്നത്. അതിന് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ യാതൊരു പ്രതിഷ്ഠയുമില്ലാത്ത ഇപ്പോൾ
ഒരു മേൽക്കൂര പണിത് വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു ബോർഡുമുണ്ട്. മണിമണ്ഡപം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ആ മണിമണ്ഡപവും ഈ ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെയാണ്. ശരിക്കു പറഞ്ഞാൽ പിറകുവശത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട്, തെക്ക് കിഴക്കേ മൂലയിലായിട്ട് വരും മണിമണ്ഡപം. ആ മണിമണ്ഡപമാണ് ശബരിമല പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം എന്നാണ് ആചാര്യ സിദ്ധാന്തം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അയ്യപ്പസ്വാമിക്ക് തത്തുല്യമായ ഒരു സ്ഥാനം ഇതുപോലെ അനാഥമായിട്ട് എങ്ങനെ കിടക്കുന്നു എന്നുള്ളതും നമുക്കൊന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. എങ്കിൽ പോലും പ്രതിഷ്ഠ നിർവഹിക്കുന്ന സമയത്ത് അവിടെ ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ പൊന്നമ്പലത്തിൽ സാക്ഷാൽ 18-ാം പടിക്ക് മുകളിലുള്ള ശബരിമല ക്ഷേത്രത്തിൽ നിർവഹിക്കുമ്പോൾ ആ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ച അയ്യപ്പസ്വാമിയെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ എവിടെയാണ് നിന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധമായ ആ ചുരിക നിന്നിരുന്നിടത്ത് സമർപ്പിച്ചതിന് ശേഷമാണ് സശരീരിയായി, അതായത് ജീവനോടുകൂടി ശരീരത്തോടുകൂടി ആ വിഗ്രഹത്തിലേക്ക് സ്വാമി ലയിച്ചത്. അതാണ് ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പല ക്ഷേത്രങ്ങളിലും നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രഹ്മരക്ഷസുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത് പറയും. പക്ഷേ ഇവിടെ വളരെ കൃത്യമായും പറയുന്നു, വീരമണികണ്ഠനാവട്ടെ അയ്യപ്പസ്വാമി ആവട്ടെ ഈ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വിലയം പ്രാപിച്ച സ്വാമി അയ്യപ്പൻ ഇന്നും ഭക്തകോടികൾക്ക് പൂർണ്ണമായിട്ടും അനുഗ്രഹം നൽകിക്കൊണ്ട് അവിടെ വിരാജിക്കുകയാണ്. ഇനി ഇതിന് ചുറ്റും നമുക്ക് നേരത്തെ പറഞ്ഞ തീർത്ഥസ്നാനത്തിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 സ്ഥലങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് ഭസ്മക്കുളം ഇതാണ്, ഭസ്മക്കുളം ഇതാണ് എന്നാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഭസ്മക്കുളം ഇതാണ് എന്ന് പറഞ്ഞാൽ അല്ല, ഭസ്മക്കുളം അതല്ല. നിലവിലുള്ള ഭസ്മക്കുളത്തിൻ്റെ ആൾപ്പേര് മാത്രമേ ആവുന്നുള്ളൂ, അത് ഭസ്മക്കുളമല്ല. പിന്നെ ഏതാണ് ഭസ്മക്കുളം എന്ന് ചോദിച്ചാൽ, സന്നിധാനത്തു നിന്നും, അതായത് ശബരിമല ക്ഷേത്ര സന്നിധാനത്തു നിന്നും നമ്മൾ ദേവീ സന്നിധിയിലേക്ക്, മഞ്ചാംബികയുടെ സമീപത്തേക്ക് പോകാനായി തയ്യാറാക്കിയിട്ടുള്ള ആ മുകളിൽ കൂടിയുള്ള വഴി നിലനിൽക്കുന്ന കെട്ടിടത്തിൻ്റെ താഴെ ഭാഗത്ത് യഥാർത്ഥത്തിലുള്ള ഭസ്മക്കുളം വലിയ കോൺക്രീറ്റ് സ്ലാബിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ സന്നിധാനത്തെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭസ്മക്കുളം എന്നറിയുക. സങ്കല്പമനുസരിച്ചിട്ട് ശ്രീരാമ ദർശനത്തിന് ശേഷം രാമാനുഗ്രഹത്തോടുകൂടി ജീവിച്ച ശബരി തൻ്റെ ജീവാഹുതി അഥവാ യോഗാഗ്നിയിൽ ലയിച്ചതിന് ശേഷമുണ്ടായ ഭസ്മം കൊണ്ടുവന്ന് കലക്കിയ ജലമാണ്, അല്ലെങ്കിൽ നിമഞ്ജനം ചെയ്ത ജലമാണ് ഈ ഭസ്മക്കുളത്തിലുള്ളത്. അതിലേറ്റവും പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഭസ്മക്കുളത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ അത്ര ഇപ്പോൾ വരുന്ന തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഇറങ്ങാനുള്ള സൗകര്യം അതിനില്ല. ആ കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഏകദേശം ഒരു 10,000-ൽ താഴെ ആളുകൾ മാത്രം ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നത്. ആ സമയത്ത് ഭസ്മക്കുളത്തിൽ ഇറങ്ങി മുങ്ങിയാൽ ആ ജലം വളരെ ശുദ്ധമായിരുന്നു. അതിലേറെ ചെളി കുളത്തിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിലിറങ്ങി നമ്മൾ പോയി മുങ്ങിക്കഴിഞ്ഞ് ആ ചെളി നമ്മൾ കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്നത് കുഴച്ച ഭസ്മത്തിൻ്റെ തുല്യമായിട്ടുള്ള സുഗന്ധപൂരിതമായിട്ടുള്ള ചെളിയാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു അതിശയകരമായ അവസ്ഥയായിട്ട് അവിടെ എല്ലാവർക്കും അനുഭവപ്പെടുമായിരുന്നു. നമുക്ക് പല പ്രാവശ്യം അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് സന്നിധാനത്ത് പോകുമ്പോൾ. ആ സ്ഥലമാണ്, അത്രയ്ക്കും പരിശുദ്ധവും പവിത്രവുമായ ആ സ്ഥലമാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെടുത്തി
അവിടെ സ്ലാബിട്ട് മൂടിയിരിക്കുന്നത്. അതേപോലെ തന്നെ പവിത്രമായ വേറൊരു സ്ഥലമുണ്ട്. ആ ഭസ്മക്കുളം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ദേവീക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനടുത്ത് അകലെയാണ്. അകലെയുള്ള ആ സ്ഥലത്തിൻ്റെ പേര് കുംഭദള തീർത്ഥം എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. കുംഭദള തീർത്ഥം എന്നുദ്ദേശിക്കുന്നത് അങ്ങ് ദൂരെ പഞ്ചമഹാശാസ്താ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പൊന്നമ്പലമേട്ടിൽ ദേവന്മാർ ആകാശഗംഗയിൽ നിന്നുള്ള തീർത്ഥം ഉപയോഗിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ജലമാണ് ഒഴുകി വരുന്ന കുമ്പളം തോട്. ആ കുമ്പളം തോടാണ് ഈ കുംഭദള തീർത്ഥത്തിന് തുല്യമായിട്ടുള്ളത്. ഇവിടെ കുംഭദള തീർത്ഥം എന്ന് പറയാൻ ഉരൽക്കുഴി തീർത്ഥം എന്നാണ് അതിന് മറ്റൊരു പേരുള്ളത്. ഉരൽക്കുഴി തീർത്ഥം എന്ന് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു? നമുക്കറിയാം, നമ്മുടെ വീടുകളിലെല്ലാം ഉരലുണ്ടാവും. ആ ഉരലിന് എത്രമാത്രം ചെറിയൊരു കുഴിയാണുള്ളത്, അരി ഇടിക്കാനും അതിനുമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ കുംഭദള തീർത്ഥം എന്നുദ്ദേശിക്കുന്നത് ഈ കുമ്പളം തോട് ഒഴുകി വന്ന് വീഴുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് സ്നാനം ചെയ്യുന്നത് സകല പാപങ്ങളിൽ നിന്നുമുള്ള മോചനമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ഏറ്റവും അവസാനത്തെ ചടങ്ങാണ്. അതായത് നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും അവസാനത്തെ ചടങ്ങായിട്ടേ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നു. തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് അഥവാ ദർശനമെല്ലാം കഴിഞ്ഞ് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അതിനു മുൻപായി കുംഭദള തീർത്ഥ സമീപത്ത് എത്തിച്ചേരുക. അങ്ങനെ എത്തിച്ചേരുന്ന ആ കുംഭദള തീർത്ഥം അതാണ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചത്. കുമ്പളം തോട് ഒഴുകി വരുന്നതാണ്. കുംഭദള തീർത്ഥത്തിൽ ഒരു പ്രത്യേകത നമ്മൾ അറിയണം. എത്ര ശരീരശേഷിയുള്ളവനായാലും അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങാൻ സാധിച്ചാൽ എനിക്ക് മുങ്ങാൻ കഴിയില്ല എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം അത് തീരെ ചെറിയ സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര വലിയ ശരീരമുള്ള ആൾക്കും കൃത്യമായും അതിൽ മുങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആ തീർത്ഥസ്നാന ഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ദിവസം, അതായത് ശബരിമലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ തയ്യാറാകുന്ന ദിവസം കുംഭദള തീർത്ഥത്തിലെ സ്നാനം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം യാതൊരു കാരണവശാലും മറ്റൊരു സ്നാനം അല്ലെങ്കിൽ മറ്റൊരു കുളി നടത്തരുത്. ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്നത് കുംഭദള തീർത്ഥ സ്നാനം കഴിഞ്ഞ് നേരെ വന്ന് പമ്പയിലിറങ്ങി ഒരു കുളിയും കൂടെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല വെള്ളം കണ്ടാൽ വീണ്ടും ഒരു കുളിയും കൂടി നടത്തിയിട്ടാണ് പലരും പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടുന്നത് തീർത്ഥസ്നാനത്തിലെ യഥാർത്ഥത്തിലുള്ള തീർത്ഥസ്നാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ വിചാരിക്കുന്നതിലേറെയുള്ള ചില അനുഭൂതികൾ ഈ സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ കഴുകിക്കളയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ ചെയ്യരുത് എന്ന് പറയാനായിട്ട് കാരണം. കുംഭദള തീർത്ഥത്തിലെ സ്നാനമായിരിക്കണം ശബരിമലയിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവസാനത്തെ സ്നാനമായിട്ട് ഉപയോഗിക്കേണ്ടുന്നത്. പിറ്റേ ദിവസം കുളിച്ചോളൂ, വിരോധമില്ല. അപ്പോൾ എല്ലാ ദർശനവും വഴിപാടുകളും എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ്, മടക്കയാത്രയ്ക്ക് തൊട്ട് മുൻപാണ് അതിന് നമ്മൾ തയ്യാറാകേണ്ടുന്നത്. ഈ തീർത്ഥസ്നാനം കഴിഞ്ഞ് അന്നേ ദിവസം വീണ്ടും സ്നാനം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ തീർത്ഥസ്നാനത്തിൻ്റെയും ശബരിമലയിലുള്ള തീർത്ഥങ്ങളുടെയും ഏതാണ്ട് പ്രത്യേകതകൾ പൂർത്തിയായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ,
Co-sponsored by Woodland Pure Vegetarian Hotel, തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.